കശ്മീരി പണ്ഡിറ്റുകൾ രാത്രിക്ക് രാത്രി പലായനം ചെയ്തതാണ്. ഈ പണ്ഡിറ്റുകൾ പലായനം ചെയ്യാനുള്ള കാര്യം എന്താണ് സാർ? അതും കേരളം അതുപോലെ മുക്കിയൊരു സ്റ്റോറി. അപ്പം രണ്ടു മൂന്ന് സ്റ്റോറികൾ പറഞ്ഞല്ലോ കേരളം മുക്കുന്നേ. കേരളത്തിൽ എന്താണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ ഈ പലായനത്തെ കുറിച്ച് പറയാൻ പേടി? കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഒരു അക്ഷരം മിണ്ടൂല. ഇതെന്താ സംഭവിച്ചാല് ഇതിലെ ഏറ്റവും നിരാശാജനകമായ കാര്യം എന്നാൽ നമ്മളൊക്കെ അംഗീകരിക്കുന്ന ആളാണ് മൈത്രേയൻ. സ്വതന്ത്ര ചിന്തകനാണ്, നിരീശ്വരവാദിയാണ്. മൈത്രേയന്റെ ഒരു വീഡിയോ ഒരാൾക്ക് എനിക്ക് അയച്ചു തന്നിരിക്കുക. ആ വീഡിയോയിൽ ഇരുന്നിട്ട് മൈത്രേയൻ ഇങ്ങനെ പറയാണ്, ഈ കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളായിരുന്നു. അവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നമാണ് കലാപത്തിനെ നയിച്ചതെന്നൊക്കെ. ഇതേ നറേറ്റീവാണ് നമ്മൾ വാര്യൻകുന്നതിന് വേണ്ടി വരുത്തുന്നത്. മലബാർ കലാപം ഉണ്ടായത് അവിടെ കർഷക കലാപമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് പച്ച വർഗീയതയാണ് ഒരു ഘട്ടം കഴിഞ്ഞു പോയത്. ആദ്യത്തെ സമയത്ത് അതിനൊരു കർഷക സ്വഭാവമൊക്കെ ഉണ്ടായാലും പിന്നീട് അങ്ങോട്ട് മതം മാറ്റുക എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് മാറിയത്. 1921 ആ ലഹളയാണ് ശരിക്കും RSS രൂപീകരണത്തിലേക്ക് വരെ വഴി വെച്ചത്. അത്രയും ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ സമ്മേളനം നിലമ്പൂര് നടത്തിരുന്ന ഒരു കൂട്ടായ്മ, അത്രയും വലിയ കൊള്ളയും കൊലയും ബലാത്സംഗം നടന്നതാണ്. അപ്പൊ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അതിനെ എതിർത്ത ആളുകളാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അത് കർഷക ലഹളയാണ്, അത് ഭയങ്കര സ്വാതന്ത്ര്യസമരമാണെന്ന് പറഞ്ഞ ആളുകളാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളെ കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യവും. അതായത് മതം തന്നെയായിരുന്നു അവിടെ. 90കളിൽ കാശ്മീർ താഴ്വരയെ ആകെ തീവ്രവാദം ഗ്രസിച്ചു. അതാണ് എനിക്ക് കോൺഗ്രസിനോടുള്ള എത്ര വിയോജിപ്പ്. എന്താ വെച്ചാല് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ദേശ സുരക്ഷ വല്ലാതെ പുറകോട്ട് പോയി. തീവ്രവാദികളോട് വല്ലാതെ കൊണ്ട് കോംപ്രമൈസ് ചെയ്തു പോയി. ഒരു ശിവരാജ് പാട്ടീൽ എന്ന ഒരു ആഭ്യന്തരമന്ത്രി ഒക്കെ ഉണ്ടായി. മുംബൈ കലാപം നടന്നപ്പോൾ പുള്ളി മറ്റേ താജ് ഹോട്ടലിലൊക്കെ ഭീകരാക്രമണം നടന്ന സമയത്ത് പുള്ളി മുടിചീക്കി നടക്കുകയായിരുന്നു. ഓരോ തവണ ഓരോ ഷർട്ടൊക്കെ മാറി വരും. അങ്ങനെ അയാളെ പണി പോയി. അയാളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇങ്ങനെ കോൺഗ്രസ് എപ്പം ഭരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ദേശ സുരക്ഷ വല്ലാതെ തകർന്നു പോയി. അപ്പൊ 90കളിലെ പ്രശ്നം തന്നെ കാശ്മീർ ആകെ തീവ്രവാദം ഗ്രസിച്ചു. കാശ്മീർ ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും പറയുന്ന JKLF ഒക്കെയാണ്. അങ്ങനെ തീവ്രവാദം ഗ്രസിച്ച സമയത്ത് അന്ന് പറയുന്ന പല വാർത്തകളുണ്ട്. ഗാന്ധി തലയുള്ള നോട്ട് കൊടുത്താൽ ജിന്നേന്റെ തലയുള്ള നോട്ട് ഇങ്ങോട്ട് കിട്ടുന്നു. പാകിസ്ഥാന്റെ നോട്ടിൽ ജിന്നേന്റെ തലയാ. പാക് കള്ളനോട്ടുകൾ, മുസഫറാബാദ് എന്ന് പറയുന്ന പാക് അധീന കാശ്മീരിൽ ഇരുന്ന കള്ളനോട്ടുകൾ വന്നു. തീവ്രവാദം മൊത്തം ഗ്രസിച്ചു. ഇതാണേലും സർക്കാരാണെങ്കിൽ നോക്കൂത്തിരിക്കുക. ഈ കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ ശിവഭക്തരായ നമ്മളെ ജൂതന്മാരൊക്കെ പോലെ തന്നെ അലിയാൻ താല്പര്യമില്ലാത്ത, അസിമുലേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രൂപ്പാണ്. ഇപ്പൊ നെഹ്റുവിന്റെ മുത്തച്ഛനൊക്കെ കാശ്മീരി പണ്ഡിറ്റായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊന്നും ഈ വിഷയം ഏറ്റെടുത്തില്ലാനുള്ള വലിയ പരാതി ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അതിലുള്ള രാഹുൽ പണ്ഡിത എന്നൊക്കെ പറയുന്ന കാശ്മീരി പണ്ഡിറ്റായ ഒരാൾ എഴുതിയ പുസ്തകത്തിലൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ് തുടക്കത്തിൽ തെറ്റായ നിലപാടാണ് എടുത്തതെന്ന്. അപ്പൊ ഇങ്ങനെ ഈ പണ്ഡിറ്റുകൾ എന്ന് പറയുന്നത് വളരെ ജനസംഖ്യ കുറവുള്ള ഒരാളാണ്. 1 ലക്ഷത്തിന് മാത്രം പോപ്പുലേഷനിലെ കാശ്മീർ താഴ്വരയിൽ ജീവിക്കുന്ന, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ജൂതന്മാർക്ക് പോലെ തന്നെ. ഈ ജൂതനോടുള്ള ഉദ്ദേശം എന്താണ്? അവനോട് കോമ്പീറ്റ് ചെയ്താൽ നമ്മൾ ജയിക്കൂല. ജൂതനുണ്ടാക്കിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, ജൂതനുണ്ടാക്കിയ ക്യാമറ വെച്ച്, ജൂതനുണ്ടായ മൈക്കും കുത്തിയിട്ട് നമ്മൾ ജൂതനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ജൂതന്റെ സോഷ്യൽ മീഡിയയിൽ ജൂതനെതിരെ പോസ്റ്റ് ഇടും. ഇതുപോലെ തന്നെയാണ് കാശ്മീരി പണ്ഡിറ്റുകളും. അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. കാശ്മീർ സർവകലാശാലയിലെ അധ്യാപകർ മുഴുവൻ കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നു. വിദ്യാർത്ഥികൾ മുഴുവൻ മുസ്ലിങ്ങളും. അവര് നന്നായി പഠിച്ചു വളർന്നു. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അവരെ കാര്യം നോക്കിയേ പോകുന്നു. ആരെ ഉപദ്രവിക്കാനോ ഒരു കാര്യത്തിനും അവർ പോവാറില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ കാശ്മീരിൽ തീവ്രവാദം വളർന്നപ്പം ഇവര് നാലുപാടും ആളുകളാണല്ലോ, മുസ്ലിങ്ങളാണ്. ഇവര് കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഇവരെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. ഏത് രീതിയിൽ എന്നറിയോ? പള്ളികളിലൊക്കെ അനൗൺസ്മെന്റ് തുടങ്ങി. നിങ്ങളുടെ സ്ത്രീകളെ ഇവിടെ ഉപേക്ഷിക്കുക, നിങ്ങൾ പോയിക്കോളൂ. അതിൽ പലരും എഴുതിയ പുസ്തകം കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. അതായത് രാവിലെ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പാൽക്കാരൻ വരികയാണ്. ഒരു മുസ്ലിമായ പാൽക്കാരനാണ് വരുന്നത്, ഒരു നാട്ടുകാരനാണ്. അപ്പൊ അയാൾ നമ്മളോട് ഇങ്ങനെ തമാശ പറയും പോലെ കാശ്മീരി പണ്ഡിറ്റിനോട്, നന്നായി വീടൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, നാളെ നമുക്ക് കിട്ടാനുള്ളല്ലോ ഈ വീട്, നിങ്ങൾ ഈ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അപ്പൊ നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ ഇവര് കമന്റ് അടിക്കും, ഇതൊക്കെ നാളെ നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ളതാണ്. അതൊരു തമാശയായിരുന്നില്ല. അതുപോലെ സംഭവിച്ചു. ഇവരെ മൊത്തം അനൗൺസ് ചെയ്തു, നിങ്ങളുടെ സ്ത്രീകളെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവുക. പള്ളികളിലൂടെ വേറെ അനൗൺസ്മെന്റ് വന്നു. അതായത് ഒന്നുകിൽ നിങ്ങൾ മതം മാറുക, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരുക, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോവുക. അപ്പൊ അങ്ങനെ വന്നപ്പോ പേടിച്ച് കുറെ പേര് പോയി. പോവാത്തവരെ അതിക്രൂരമായി ഇവർ കൊന്നു. മൈത്രേയൻ പറയുന്നോളം 10-20 പേര് എന്നല്ല കൊന്നത്, 750ഓളം പേര് അതിക്രൂരമായി കൊന്നു. സംശയം ഉണ്ടെങ്കിൽ നെറ്റിലൊന്ന് അടിച്ചു നോക്കൂ. വന്ദാമ കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അറിയോ? ആളുകൾ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് കാശ്മീരി പണ്ഡിറ്റുകളെ ഒരു ഗ്രാമത്തിലേക്ക് മൊത്തം തോക്കുമായിട്ട് JKLF ഭീകരർ വരികയാണ്. എന്നിട്ട് അവരെ നിരത്തി നിർത്തിയിട്ട് വെടിവെച്ചങ്ങ് കൊന്നുകളയുക, അറക്കവാള് കൊണ്ട് അറുത്ത് കളയുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക. ഇത് കാശ്മീർ ഫയൽസ് എന്നൊരു സിനിമ ഉണ്ട്. ആ സിനിമയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ്. കേരളം എത്രമാത്രം അതിനോട് പുറംതിരിഞ്ഞെന്നറിയോ?
ആ സിനിമ വെറും പ്രൊപ്പഗൻഡ മൂവിയാണ്. ആ സിനിമയ്ക്ക് പറ്റിയൊരു അബദ്ധം അതിന്റെ തുടക്കത്തിൽ അരുന്ധതി റോയ് പോലത്തെ കുറെ ആക്ടിവിസ്റ്റുകളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് 1-2 കഥാപാത്രങ്ങൾ ഉണ്ടാക്കി. അത് മാത്രമാണ് ഒരു പ്രൊപ്പഗൻഡ എന്ന് എനിക്ക് തോന്നിയത്. ബാക്കി കയ്യിൽ പറഞ്ഞ ഓരോ നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്തു. വന്ദാമ കുട്ടക്കുല, രവി ടിക്കു എന്ന് പറഞ്ഞ മനുഷ്യനെ, സരള ഭട്ട് എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരിയെ നടുറോട്ടിലിട്ടാണ് വെടിവെച്ച് വന്ന് അറക്കവാൾ കൊണ്ട് അറുത്ത് കളിയാ. ശൂലംകുത്ത് പരിപാടി ഉണ്ടല്ലോ, ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയെ ശൂലംകുത്തി പുറത്തിട്ട് പറയുന്നത്, അത് അന്ന് അവിടെ നടമാടിയാണ്. ഈ പാവപ്പെട്ട കാശ്മീരി ഭക്തരായ ഒരു പൂജാരി ഓടി വീട്ടിന്റെ പത്തായപ്പുരയിൽ ഒളിച്ചു. അയാളെ വെടിവെച്ച് കൊന്നു. അതിന്റെ ഗോതമ്പ് മുഴുവൻ ചോരയിലായിരുന്നു. അങ്ങനെ അമ്മയുടെ മുന്നിൽ നിന്ന് കുട്ടികളെ കൊന്നു. ഇങ്ങനെ ഒരു പലായനം ചെയ്തു കാശ്മീരികൾ. രാജ്യത്തിന്റെ നാനാഭാഗത്തേക്ക് ഓടി. ആ വീട് മുഴുവൻ കയ്യേറി. ഇവർ പറഞ്ഞത് അതേപടി ശരിയാക്കി. കാശ്മീരി പണ്ഡിറ്റുകളെ വീട് പിടിച്ചു, സ്വത്ത് പിടിച്ചു, അവിടെ മുഴുവൻ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റു. അവരിപ്പോഴാണ് മടങ്ങി വരുന്നത്. കൊല്ലം എത്ര കഴിഞ്ഞറിയോ? ഇപ്പം മോഡി സർക്കാർ വന്നതിന് ശേഷം, ഈ ആർട്ടിക്കിൾ 370 വന്നതിന് ശേഷം അവിടെ ഫുൾ മാറ്റം വരുത്തി. അവിടെ പുനരന്വേഷണം വരികയാണ്. എന്നിട്ടിപ്പോ ഓരോരുത്തർക്കെതിരെ അന്വേഷണം വരുന്നുണ്ട്. ഇപ്പൊ സരള ഭട്ടിന്റെ കേസ് വീണ്ടും അന്വേഷിക്കുന്നു. വീണ്ടും അന്വേഷിച്ച് കുറ്റപ്പെടുത്തുന്നു. നമ്മളെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് ആലോചിക്കണം. ഇത്രയും പാവങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ട് അതിലൊരു മതിയായ അന്വേഷണം നടത്താൻ പറ്റാതെ ആ പാവങ്ങൾക്കെതിരെ ഹേറ്റ് പ്രചരിപ്പിക്കുക. അവർ പലിശ കൊടുക്കുന്നവരായിട്ടാണ് ഇങ്ങനെ പറ്റിയെന്ന്. ഇത് തന്നെയല്ലേ നിങ്ങൾ ജൂതനോട് ചെയ്യുന്നത്? ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടൊരു ജനതയാണ് ജൂതൻ. ലോകത്ത് എവിടെ ഒരു മോഷണം നടന്നാൽ ജൂതനാണ് ചെയ്തതെന്ന് അറിയും. കൈവെട്ടി പരസ്യമായി ആണിയടിച്ച് തറയ്ക്കുന്ന അവസ്ഥ വരെ ജൂതൻ ഉണ്ടായിരുന്നു. ലോകം റോമാക്കാരെ വരെ പീഡിപ്പിച്ചു. ക്രിസ്തുവിന്റെ ഘാതകരാണല്ലോ കെട്ടുകഥ ഉണ്ടാക്കി കുറെ കാലം ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് ഹിറ്റ്ലർ അവരെ കൊന്ന് തള്ളി 3-1 പട്ടിണി കിട്ടും, ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു. ആ ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് അവർക്ക് ഒരു ഇത്തിരി മണ്ണ് കൊടുത്തത്. ആ മണ്ണ് കൊടുത്തതിനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും നടക്കുന്ന പ്രശ്നം ഇതുപോലെ. അതിനേക്കാൾ ഭീകരല്ലേ പണ്ഡിറ്റുകളുടെ അവസ്ഥ? ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച ഈ പാവങ്ങൾ നാടുവിട്ടോടി അഭയാർത്ഥികളായി ഡൽഹിയിൽ പോയി. കുറെ പേര് ബാംഗ്ലൂരുണ്ട്, കുറെ പേര് മറ്റു രാജ്യങ്ങളിൽ പോയി. ഇപ്പൊ അവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പൊ പാക്കേജ് ഉണ്ട്, സംവരണം ഉണ്ട്, പിന്നെ തൊഴിലിന് വായ്പ ഉണ്ട്. അവിടെ വലിയ സമുച്ചയങ്ങളുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കാശ്മീരി പണ്ഡിറ്റുകളെ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ കണ്ട അതിഭീകരമായൊരു നല്ല മാറ്റം തന്നാല് അവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ സ്വാഗതം ചെയ്യാണ്. അവർ ബാനർ വെച്ചിട്ടുണ്ട്, കാശ്മീരി മുസ്ലിങ്ങൾക്ക് സ്വാഗതം. അതായത് ഞങ്ങൾ ചെയ്ത വലിയൊരു തെറ്റിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. അതെന്താ അതിന് വരാൻ കാരണത്താൽ 370-ാം വകുപ്പ് റദ്ദാക്കിയതുകൊണ്ട് കാശ്മീർ ഓപ്പണായി. അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല്, കാശ്മീരിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും സ്വത്ത് വാങ്ങെങ്കിലും കാശ്മീരിലൊന്നും വാങ്ങാൻ കഴിയില്ല. കാശ്മീർ ഒരു അടഞ്ഞു മൂടിക്കെട്ടിയൊരു അവസ്ഥയായിരുന്നു. അതങ്ങോട്ട് വലിച്ചു ചീന്തി. കാശ്മീരിലേക്ക് ഗ്ലോബലൈസേഷൻ വന്നു, കാശ്മീരിലേക്ക് കമ്പനികൾ വന്നു. 100 സിനിമകളുടെ ഷൂട്ടിംഗ് ആ കാശ്മീർ ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ ദാൽ തടാകത്തിലൊക്കെ നിറയെ ബോട്ടുകളും ബഹളമാണ്, ആകെ ജനങ്ങൾ ഉല്ലസിക്കുകയാണ്. അതുകൊണ്ടാണ് പഹൽഗാം ആക്രമണം ഉണ്ടായത്. ഇന്ത്യ സന്തോഷിക്കുന്നവർ കണ്ടുകൂടാ. അന്ന് പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷം ഒന്നും മെഴുതിരി പോലും കത്തിച്ചിട്ടില്ല. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞിരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി ഉണ്ടാക്കിയ പ്രശ്നമാണ്. ബീഹാർ ഇലക്ഷൻ മുന്നോട്ടുണ്ടായ പ്രൊപ്പഗൻഡയാണെന്ന്. അത് എന്തൊരു മ്ലേച്ഛമായ മനസ്സാണ് ഇതെന്ന് ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ പണ്ഡിറ്റുകളിലേക്ക് തിരിച്ചു വന്നാൽ അവരെങ്ങനെ നശിപ്പിച്ചു, ഇപ്പൊ അവർ തിരിച്ചു വരികയാണ്. അത് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ കേരളത്തിൽ നോക്കുക, നമ്മുടെ മീഡിയന്റെ വായിൽ പഴം പുഴുങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ 2 വരി പറയൂ ഈ പണ്ഡിറ്റുകളെ കുറിച്ച്. എന്താണ് അങ്ങനെ ഒരു ബയാസിലെ പെരുമാറുന്നത്? സിന്ധു സൂര്യകുമാറിന്റെ ഏതെങ്കിലും ചർച്ചയിൽ കാശ്മീരി പണ്ഡിറ്റുകൾ ഉണ്ടോ? വിനുവി ജോൺ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത അറിയൂ? കാരണം ഇവിടെ ഇസ്ലാം പൊളിറ്റിക്സ് പ്രബലമാണ്. ഇത് ഇസ്ലാമിന് പിടിക്കൂല. നിങ്ങളുടെ ബോസ് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ പേടിച്ചും വണങ്ങിയുമാണ് കേരളത്തിൽ ലെഫ്റ്റ് അടക്കമുള്ള ആളുകൾ ജീവിക്കുന്നത്. എല്ലാ ചാനലുകളും അവരെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഇസ്ലാം പ്രതിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഗാസയിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ പറയാൻ പേടി. ഗാസയിലെ പ്രശ്നത്തിന്റെ 1-ാം പ്രതി ഹമാസ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റാത്തത് ഹമാസിന്റെ അനുകൂലികൾ ഇവിടെ ഉള്ളതുകൊണ്ടും ഹമാസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമായതുകൊണ്ടും നിങ്ങളുടെ വ്യൂവർഷിപ്പ് പോകുന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് സംഭവം. അപ്പോൾ കേരളം എന്ന് പറയുന്നത് അത്ര പുരോഗമന ഇടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നിരാശാജനകമായ ഒരു ഇടമായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അതെ, ഈ ഒക്ടോബർ 7-ാം തീയതി ആണല്ലോ നമ്മുടെ ഇസ്രയേലിലേക്ക് ഈ ഹമാസിന്റെ ഒരു നരനായാട്ട് നടത്തിയത്. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ഒരു സംഭവം തിരിച്ചാ അവർ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേൽ നടക്കുന്ന ഇസ്രയേൽ ഹമാസിനാണ്, അതായത് ഗാസയിലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. അതൊക്കെ പുതിയ നെറേറ്റീവുകളാണ്. അതായത് ആലോചിച്ച് നോക്കൂ, ഈ ജൂതൻ എന്ന് പറയുന്ന ലോകത്ത്, ഈ വിശാലമായ ലോകത്ത് ഒരു ചെറിയൊരു സ്ഥലമല്ല അവർക്ക് കൊടുത്തത്. കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ, ആകെ 1 കോടി ജനങ്ങളേ ഉള്ളൂ. ഈ ഒരു ചെറിയ സ്ഥലത്ത് അവനെ സമാധാനം ജീവിക്കാൻ വിട്ടാപ്പോരെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മാൻഡേറ്റ് പ്രകാരം 2 രാജ്യങ്ങളുണ്ടായി 48-ല്. ഒരു ഭാഗത്ത് ഫലസ്തീനായി, ഒരു ഭാഗത്ത് ഇസ്രായേലിൽ ഭൂരിഭാഗം മരുഭൂമിയായിരുന്നു. വെറും കട്ട മണ്ണ അവർക്ക് കൊടുത്തത്. ഈ മണ്ണ് കട്ട വെറും മരുഭൂമിയും കുറഞ്ഞ സ്ഥലമാണുള്ളത്. അവിടെ അവൻ പൊന്നു വിളയിച്ചു. ജൂതൻ കഠിനാധ്വാനത്തിലൂടെ അവൻ പൊന്നു വിളയിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ വളർന്നു. അവിടുത്തെ ഓരോരോ സാധനങ്ങൾ, കൃഷി, ഇവിടുന്ന് പോയ ആളുകളൊക്കെ കൃഷിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരുപാട്. ഹൈഡ്രോഫോണിക് കൃഷി,
ആ വേരിലേക്ക് ന്യൂട്രിയൻസ് മാത്രം കൊടുക്കുക, വളം ചെയ്യുന്നതിന് പകരം. അങ്ങനെ ഇപ്പൊ ഇസ്രായേൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഇങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ വളർന്നൊരു രാജ്യമാണ് ഇസ്രായേൽ. ആ ജൂതനെ അങ്ങ് അംഗീകരിച്ചാൽ എന്താ പ്രശ്നമുള്ളത്? അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? മതകഥയാണ്. അതായത് ഖുറാനിൽ ഉള്ള വിദ്വേഷമാണ്. മുഹമ്മദ് നബിക്ക് പ്രധാന കോമ്പീറ്റർ ആയിരുന്നു ജൂതന്മാര്. അപ്പൊ പ്രധാന കോമ്പീറ്ററോട് അദ്ദേഹത്തിനുണ്ടായ വൈരാഗ്യം മുഴുവൻ അതിൽ വന്നിട്ടുണ്ട്. ആ വന്ന വൈരാഗ്യ പ്രകാരം അവസാനത്തെ ജൂതനെ പോലും നിലംതൊടിക്കരുത്. എന്തുകൊണ്ടാണ് കോമ്പീറ്റർ എന്ന് പറയാൻ കാര്യം? അതായത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ജൂതന്മാർ പറഞ്ഞ ഒരു പ്രമുഖ ഒരു ബുദ്ധിയുള്ള ഗ്രൂപ്പാണ്. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ കച്ചവടക്കാരനായ മുഹമ്മദിന് സ്വാഭാവികവും എതിരാളി ജൂതന്മാരായിരിക്കും. അവർക്ക് നന്നായി വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, അവന്മാർക്ക് വിവരക്കാൾ നന്നായി കച്ചവടം ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാ? അവനെ ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവനെതിരെ കുറച്ച് ഹെയ്റ്റ് പ്രചരിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു കാലത്ത് ജൂതന്മാരെ സൗഹൃദം പാടരുത്, ജൂതന്മാര് ക്രിസ്ത്യാനികൾ നിങ്ങളെ ശത്രുക്കളാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളിൽ വരുമ്പോൾ ഇതൊരു പരിധി വരെ വിശ്വസിക്കും. കേരളത്തിലെ ഒരു ശരാശരി മുസ്ലിം ആയ ആള്, അയാൾ ജൂതനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു ജൂതനെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല. അയാൾ പോലും ജൂതനെ ശത്രുത കാണിക്കുന്നു. നമ്മുടെ ഇവിടെ ഓർമ്മ ഉണ്ടോ? മൂന്നാറിൽ ഇസ്രായേലിൽ നിന്ന് 2 ടീം വന്നിട്ട് ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമാണ് അതൊക്കെ. അത് ഈ മതത്തിന്റെ ഇടപെട്ടൊരു പ്രശ്നം, അത് തലമുറകളായി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വൈരാഗ്യം കൊണ്ടാണ് വന്നത്. എന്നിട്ടിപ്പോ ഒക്ടോബർ 7 വരെ സമാധാനമായി ഒരുവിധം പോയ സ്ഥലമല്ലേ? അവിടെ ഗാസയിലേക്ക് വന്ന ആ പാവങ്ങളെ വെട്ടിയും കുത്തിയും. ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ കിബുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്രമിക്കപ്പെട്ടത്. അവിടെ ഒരു കൂട്ടായ്മ ഉണ്ട്, കർഷക കൂട്ടായ്മ. അതിനാണ് കിബുഡ്സ് എന്ന് പറയുക. ഈ കിബുഡ്സിലുള്ള പാവപ്പെട്ട ജൂതരെയാണ് ആക്രമിച്ചത്. ഈ ജൂതന്മാരിൽ നല്ലൊരു പങ്കും കമ്മ്യൂണിസ്റ്റുകാരാ. കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കൊലപാതകളുടെ കൂടെ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ കൊല്ലപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നത് ആ കൊലപാതകളുടെ കൂടെ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഐറണി. അതായത് മതം ഇടപെട്ട കേസിൽ ഇവർക്ക് മുട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം തിരിച്ചു പറയുന്നത് ഇത് കുറ്റം മുഴുവൻ ഇസ്രായേലിന്റെ ആണെന്ന്. ഇതങ്ങ് അംഗീകരിച്ചാൽ പോരെ? ജൂതനെ ഞങ്ങൾ വെറുതെ കൂട്ടി. അപ്പം ഗാസയെ സിംഗപ്പൂരാക്കാം 5 മിനിറ്റ് കൊണ്ട്. ഹമാസ് ആയുധം പൂർണ്ണമായി താഴ്വെക്കാം. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്, ഹമാസ് ആയുധം താഴ്വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇസ്രായേൽ അത് വിശ്വസിച്ചിട്ടില്ല. മുൻപ് ഹമാസ് ആയുധം താഴെ വെച്ചിട്ടുണ്ട്. 2005 അവർ അവിടുന്ന് പോന്നാണ് ഗാസയിൽ ഫുള്ള് പോകുന്ന ശ്മശാനങ്ങൾ വരെ പൊളിച്ചാ കൊണ്ടുവന്നത്. ഈ കൂടും കുടുക്കെടുത്ത് പോരാന്ന് അറിയില്ലേ? അങ്ങനെ പോകുന്നു. എന്തുണ്ടായി? നിരന്തരമായി ആക്രമണം വന്നു. പിന്നെ അവർ അങ്ങോട്ട് പോകേണ്ടി വന്നു. ജൂതൻ ആയുധം താഴെ വെച്ചാൽ ജൂതന്റെ ഇടപാട് തീരും. ഇസ്രായേൽ തോൽക്കുന്ന യുദ്ധം ലാസ്റ്റ് യുദ്ധ, ഇസ്രായേലിന്റെ അവസാനത്തെ യുദ്ധ. ആ സമയത്ത് ഹമാസ് ആയുധം താഴെ വെച്ചാൽ സമാധാനം ഉണ്ടാവും. 48 നിരന്തര യുദ്ധം ചെയ്തു, 67 യുദ്ധം വന്നു, 71 യുദ്ധം വന്നു. ഓരോ യുദ്ധത്തിൽ ഇവർ ജയിക്കുകയാണ് ഇന്ന്. 7-14 രാജ്യങ്ങൾ വളഞ്ഞു കൂട്ടിയിട്ട് ഇസ്രായേൽ തവിട് പൊടിയൊക്കെ അവരെ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് തോന്നിയോണ്ടാണ് പലരും ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൽ ഒപ്പിട്ട് ഇസ്രായേലിനോട് സൗഹൃദമായത്. ഇപ്പൊ സൗദി പോലും ഇസ്രായേലിനോട് സൗഹൃദമാണ്. ജോർദാൻ ഒപ്പിട്ടു, ഈജിപ്ത് ഒപ്പിട്ടു, ചുറ്റുപാടുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലെ സഹവർത്തിത്താണ്. അങ്ങനെയുള്ള എന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്താ കഥ വരുന്നത്? നമ്മുടെ നാട്ടിലെ കഥ ഏകപക്ഷീയമായി ഇതിന്റെ ഒക്കെ പിറകിൽ ഇസ്രായേലാണ്, ജൂതനാണ്. അത് പറഞ്ഞിരിക്കുകയാണ് നമ്മളെ മീഡിയക്ക് താല്പര്യം. ഇവരിറക്കുന്ന അൽജസീറ ഇറക്കുന്ന കള്ളക്കഥ തൊണ്ട തൊടാതെ വീഴുന്ന ആളുകളുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ അൽജസീറയിലെ മാധ്യമപ്രവർത്തകർ തീവ്രവാദികളല്ലേ? അതായത് 3 മാധ്യമപ്രവർത്തകർ അൽജസീറയിൽ നിങ്ങൾ പറഞ്ഞോണം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരുത്തൻ ഭീകര കമാൻഡർ ആയിരുന്നു, അൽജസീറന്റെ റോക്കറ്റ് വിക്ഷേപണ കമാൻഡർ ആയിരുന്നു. ഇവൻ അവിടുന്ന് ഐഡന്റിറ്റി കാർഡ് ആയിട്ട് പകലൊക്കെ റിപ്പോർട്ട് ചെയ്ത് നടക്കും, രാത്രി ഇവൻ റോക്കറ്റ് വിക്ഷേപണമാണ്. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടിട്ട് എന്താ അവിടെ വാർത്ത വന്ന്? മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നു. ഇസ്രായേൽ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ അല്ല കൊന്നത്, ഭീകരവാദികളെ ടാർഗറ്റ് ചെയ്ത സർജിക്കൽ സ്ട്രൈക്കിലാണ് അവൻ മരിച്ചതെന്ന്. ഇവൻ എങ്ങനെ ഭീകരവാദികളുടെ കൂടെ എത്തിയെന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ CJP എന്നൊരു സംഘടന ഉണ്ട്, കമ്മിറ്റി ഫോർ പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്നിട്ടൊരു സംഘടന. ആ സംഘടനയുടെ ഒരു ലിസ്റ്റ് വന്നിരുന്നു. ഈ 100-ലധികം 200ഓളം മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ലോകത്തിൽ പത്രപ്രവർത്തനം നടത്താൻ ഏറ്റവും അപകടകരമായ മേഖലയാണ് ഗാസ എന്ന്. അപ്പൊ ഇതിൽ ഈ അൽജസീറയിൽ 3 പത്രക്കാരൊക്കെ ഫോട്ടോ ഉണ്ട്. പക്ഷേ ഹമാസിന്റെ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ ലിസ്റ്റ് വന്നപ്പോ ഇവരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. 20 പേരെന്നിട്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. 20 പേര് ജിഹാദികളായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ സാഹചര്യം എനിക്ക് തോന്നുന്നു മീഡിയ പോലുള്ള സീതാവൂതൊക്കെ ഇവര് അവസരമില്ലായിട്ടാ. അവസരം ഉണ്ട്, രാത്രി റോക്കറ്റ് അയക്കാൻ പോകും. അമ്മാര് വർത്താനല്ലേ ഇവര് പറയുന്നത്? ഏകപക്ഷീയമായി ഇവര് അങ്ങനത്തെ വർത്താനല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും വർഗീയത അങ്ങനെ മൂപ്പിക്കല്ലേ. ഫുട്ബോളിൽ വർഗീയത, ലയണൽ മെസ്സിയെ വർഗീയവാദിയാക്കി. ടാറ്റ മരിച്ചപ്പോൾ ടാറ്റയുടെ കൈകളിൽ രക്തമുണ്ട് എന്നാ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഈ കുത്തിത്തിരിപ്പ് പരിപാടി കേരളത്തിലുണ്ട്. ഹമാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു തലച്ചോറിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ക്ലീനിങ് ഉണ്ടല്ലോ, തലച്ചോറ് മസ്തിഷ്ക നിർമ്മാർജ്ജന പ്രക്രിയ ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സാണ്. റാഡിക്കലൈസേഷനെതിരെ മതമാണ് പ്രശ്നം. ഈ ഗാസയിലെ പ്രശ്നം അതാണ്, ഈ പറയുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രശ്നം അതാണ്, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്ക് മുന്നിൽ മതാണ്. ആ മാലിന്യത്തെ എടുത്തു കളയാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു മാലിന്യത്തെ
കൂമാരമായിട്ട് കൂട്ടുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഒരു സംശയം വേണ്ട. അതായത് അവർക്ക് വോട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒറ്റ ഉദാഹരണം തന്നെ, അള്ളാഹു മിത്തല്ല, ഗണപതി മിത്താണ്. ഇങ്ങനെയുള്ള ഈ ഒരു ചാഞ്ഞമര കളിയാണല്ലോ ഇവർ കടത്തുന്നത്. ഈ ഒരു അൺബയാസ്ഡ് കളി, ഇത് ഭയങ്കര തീക്കളിയാണ്. നിങ്ങൾ ഒരു മതം കൊണ്ടുള്ള കളി പറഞ്ഞ തീക്കളിയാണ്. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് സംഘപരിവാറിന് വോട്ട് കൂട്ടി കൊടുക്കുന്നത്. ഇവര് നിഷ്പക്ഷമായി മതേതരവാദികളായി നിന്നാൽ ഇവിടെ ഒരു വർഗീയ സംഘടന വരില്ല. ഇപ്പൊ ജൂതന്മാരുടെ ഇടയിൽ തീവ്ര ജൂത സംഘടനകൾ വന്നിട്ടുണ്ട്. അവരിപ്പോ അൽ-അക്സ പള്ളി ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു മുസ്ലിം പള്ളി ഉണ്ട്, അൽ-അക്സ പള്ളി. ആ പള്ളിയിലാണ് മുഹമ്മദ് നബി മുറാഖിന്റെ പുറത്ത് ആകാശത്തായി പോയി വിശ്വസിക്കുന്ന പള്ളിയാണ്. ആ പള്ളിയിലെ സ്റ്റാറ്റസ് കോ പ്രകാരം ജോർദാനാണ് അതിന്റെ നിയന്ത്രണം. അവിടെ ജൂതന്മാർക്ക് പ്രവേശിക്കാനോ ആരാധന നടത്താനോ പാടില്ല. ഇപ്പൊ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം അവിടെ ഒരു മന്ത്രിയുണ്ട്, നെതന്യാഹുവിന്റെ ആണ് കൂട്ടുകക്ഷി മന്ത്രിസഭയാ. ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ മന്ത്രിസഭ വീഴും. അപ്പൊ അതുകൊണ്ട് ഇവരിപ്പോ അവിടെ ഇരച്ചു കയറി ആ അൽ-അക്സ തുറന്നിട്ട് അവിടെ ജൂതന്മാർ പ്രാർത്ഥന നടത്തി. അത് ഭയങ്കര സംഭവമായി മാറി. ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ട രാജ്യമാണ് ജോർദാൻ. ജോർദാൻ ഇതിനെ അപലപിച്ചു. ഇത് ലോക മതമഹായുദ്ധത്തിലേക്ക് പോകുന്നതാണ് ജോർദാൻ പറഞ്ഞത്. സംഭവം ശരിയാണ്. അപ്പൊ ഇത് വരുന്നത് എവിടുന്നാണെന്ന്, ഈ ജൂതനെ നിങ്ങൾ നിരന്തരം അടിക്കുന്നതുകൊണ്ടാണ് ജൂതൻ തീവ്രവാദിയാവുന്നത്. ആ ജൂതനെ വെറുതെ വിട്ടാൽ ഈ പ്രശ്നം തീരും. അതുപോലെ തന്നെയാണ് കേരളത്തിലും വരുന്നത്. നിങ്ങൾ ഒരു മതത്തേക്ക് ചാഞ്ഞ് ആ മതത്തിന് പ്രീണിപ്പിച്ച് കൊണ്ടടക്കുന്നതുകൊണ്ടാണ് മറുഭാഗത്ത് വർഗീയത വരുന്നത്. ഈ പ്രീണനത്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, നിങ്ങളും ഞാനും തമ്മിൽ ആരോഗ്യകരമായ സൗഹൃദമാണ്. എനിക്ക് നിങ്ങളെ വിമർശിക്കാമെങ്കിൽ ഒരു പ്രശ്നമില്ല, അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ നിങ്ങളെ പ്രീണിപ്പിച്ച് ഒലിപ്പിച്ച് കൊണ്ടുവരുന്നുള്ള പ്രശ്നം, ഒരു ചെറിയ വിമർശനം ഞാൻ നിങ്ങൾക്ക് നേരെ നടത്തിയാൽ നിങ്ങൾ എന്റെ ആജീവനാന്ത ശത്രുവായി. ഇപ്പൊ ഓർമ്മ ഉണ്ടോ, പണ്ട് പിണറായി വിജയൻ കാന്തപുരം സുന്നികളുമായിട്ട് CPM വലിയ സൗഹൃദത്തിലായിരുന്നു. ഒരു ഘട്ടത്തില് ഒരു പ്രവാചകന്റെ തിരുകേശം എന്നൊരു സാധനം കാന്തപുരം കോഴിക്കോട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുടിയാ, പ്രവാചകന്റെ മുടിയാണ് ഇതിന്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വളരുന്നു. അത് വെള്ളത്തിലിട്ട് കൊടുത്താൽ എല്ലാ അസുഖങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിന്ന് പൈസ വെച്ചത് വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പുള്ളി കിട്ടി. അപ്പൊ ഇതൊരു വിവാദമായ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞു, ഇതൊക്കെ ബോഡി വേസ്റ്റ് ആണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ബോഡി വേസ്റ്റ് ആണ്. ആ ബോഡി വേസ്റ്റ് വിവാദം എങ്ങനെ കത്തിയെറിയൂ? അതിന്റെ പേരിൽ CPM 4-5 സീറ്റുകൾ പോയി. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒരിക്കൽ പിണറായി വിജയൻ കാറ് കയറ്റി. അതും പറയുന്നത് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു 150 മീറ്റർ അടുത്തേക്ക് ഒരു വയസ്സായ മനുഷ്യനെ കയറ്റിയതാണ്. അതിന്റെ പേരിൽ CPM-ന് ഒരു ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും പോയിട്ടുണ്ടാവും. അതാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. അവര് ശത്രുവായി കാണുന്ന ഒരാളോട് ചെറിയൊരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്താൽ മൊത്തം തെറ്റും. അതേസമയത്ത് വിമർശനാത്മകമായ ബന്ധമായിരുന്നു CPM-ഉം ഇസ്ലാമും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരില്ല. അവരങ്ങനെ തന്നെയാണ്. അവര് ഭൗതികവാദ പാർട്ടിയാണ്. അവരാളുകൾ കയറ്റുന്നതിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുള്ളൂ. ഇത് പ്രീണിപ്പിച്ച് ഇവർക്ക് ഇനി ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പൊ വന്ദേ മാതര വിവാദം തന്നെ ബുദ്ധി ഉണ്ടെങ്കിൽ അവരത് എടുത്തിടൂല. ഓരോ ഘട്ടത്തിലും ഇറാന്റെ വയ്യേക്ക് നടക്കുക. M. സ്വരാജ് ഒക്കെ ഗാസയെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങനെ ഒരിക്കലും ഏറ്റവും ചുരുങ്ങിയത് മിണ്ടായിരിക്കുകയും ചെയ്യും. സ്വന്തം കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയാത്ത വിഡ്ഢികൾ എന്നാണ് ഞാൻ ഇടതുപക്ഷത്തെ വിശേഷിപ്പിക്കുക. ഇതേ വിട്ടിത്തരുന്നിട്ട് അവർക്ക് ഇറാനിൽ പറ്റിയത്. ഇറാനിൽ ആയത്തുള്ള അലി ഖൊമേനി ഉണ്ടല്ലോ, മറ്റേ ഫസ്റ്റ് ആള്, അയാൾക്ക് വേണ്ടിയുള്ള ഷാക്കെതിരെയുള്ള കലാപം മുഴുവൻ നയിച്ചത് അവിടുത്തെ ടുഡേ പാർട്ടിയാണ്. നമ്മുടെ SFI-ക്കാരെ പോലെ ക്യാമ്പസുകൾ മുഴുവൻ നിറഞ്ഞ് ജയ് വിളിക്കായിരുന്നു ഖൊമേനിക്ക് വേണ്ടിയിട്ട്. ഈ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നടങ്കാണ് സമരം നയിച്ചത്. എന്നിട്ട് ഷാ അങ്ങോട്ട് പുറത്തായി. ഖൊമേനി ഭരണം തുടങ്ങി 2-ാം ദിവസം ഖൊമേനി പണി കൊടുത്തു. കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊലയാണ് നടന്നത്. 85-ലൊക്കെ നടന്ന ജയിൽ കൊല പറഞ്ഞാല് ജയിലിലെ കമ്മ്യൂണിസ്റ്റുകാരെ നേർക്ക് ഖൊമേനിയുടെ സംഘം എത്താണ്. അവര് 2 ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ, നിങ്ങളൊരു വിശ്വാസിയാണോ അല്ലയോ? വിശ്വാസി അല്ല എന്ന് പറയുന്നവനൊക്കെ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ പുക കടത്തു. ഇറാനിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ടുഡേ പാർട്ടിക്കാർ വിദേശത്തിരുന്നാണ് പ്രവർത്തിക്കുന്നത്. തമാശയ്ക്ക് ആളുകൾ പറയും ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ട് ഇറാനിൽ പോയി അറസ്റ്റിലാവും, ഒരു അരിവാൾ ചുറ്റിക ചിഹ്നം കാണിച്ചാൽ അറസ്റ്റിലാവും എന്നൊക്കെ പകുതി തമാശയായി പറയുന്നേക്കാം. ഒരു പരിധിവരെ ശരിയാണത്. അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ വലിയ പേടിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കേരളം ഒരു ഇസ്ലാമിക രാജ്യമായി നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. ഇവിടെ ആദ്യം പോകുന്ന തല ആരതായിരിക്കും അറിയോ? കമ്മ്യൂണിസ്റ്റുകാരെ തലയായിരിക്കും. നമ്മുടെ KN കുഞ്ഞമ്മന്റെ ഒക്കെ തല വെട്ടി മാനാന്തര സ്ക്വയറിൽ ഇങ്ങനെ വെക്കും. നമ്മുടെ എറണാകുളത്ത് ആരാ തല ഉണ്ടാവുന്ന അറിയോ? നമ്മുടെ രാഹുൽ ഈശ്വര തല ഉണ്ടാവും. ആദ്യം ഒരു വിട്ട് ഇമാര് കള്ളന്മാരെയാണ്. ഇവൻ ഫ്രോഡാണ് എന്നുള്ള കാര്യവും ഇവൻ ഇസ്ലാമിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എടുക്കുന്നതെന്നും ഇരട്ടത്താപ്പുകാരാണെന്നും ഇവർക്കറിയാം. ഒറ്റുകാരെയാണ് അവർ ആദ്യം വിട്ടുക. ഈ നക്സലുകളുടെ ഒക്കെ ഒരു തിയറിയാണത്. ഒറ്റുകാരനെ ആദ്യം വിട്ടണം. അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഉരുളുന്ന തലകള് കമ്മ്യൂണിസ്റ്റുകാരുടേതും പിന്നെ രാഹുൽ ഈശ്വർ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജിഹാദ് നല്ലതാണ്, അതും നല്ലതാണ്, ഇതും നല്ലതാണെന്ന് പറയുന്ന ആളുകളെ തലയാണ് ആദ്യം പോയി. ലോക ചരിത്രം അങ്ങനെയാണ്. സിറിയയിൽ അങ്ങനെയാണ്, അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയായിരുന്നു, ലെബനൻ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു. അവിടെ നിന്നേക്ക് ഫലസ്തീൻ അഭയാർത്ഥികൾ വന്നു, മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വന്നു. ക്രമേണ ജനസംഖ്യ കൂടി അതൊരു മുസ്ലിം രാഷ്ട്രമായി മാറി. ആ മുസ്ലിം രാഷ്ട്രമായി മാറുന്നതിന് തലേന്ന് കൂട്ടക്കൊലയാണ് നടന്നത്. അവിടുത്തെ ജൂത ഫാമിലികളെയും ക്രിസ്ത്യൻ ഫാമിലിയെയും വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സ്വന്തം കത്തിക്ക് മൂർച്ച കൂട്ടി തല വെട്ടിക്കോളും മക്കളെ പറഞ്ഞ് കുനിഞ്ഞിരിക്കുന്ന
വിഡ്ഢികളായിട്ടാണ് ഞാൻ കേരളത്തിലെ ഇടതുപക്ഷത്തെ കാണുന്നത്. തീർച്ചയായിട്ടും.